നമസ്കാരം. വീണ്ടും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ. മുൻ മന്ത്രി ചൗധരി വഹാബ് ഹുസൈൻ ആണ് രാഹുലിനെ പ്രശംസിച്ചുകൊണ്ട് വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാന്റെ മന്ത്രിസഭയിലെ അംഗമായിരുന്നു ഹുസൈൻ. രാഹുലിനെ രാഹുൽ സാഹിബ് എന്നൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ടായിരുന്നു പാകിസ്ഥാൻ മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ആരാധന പുറത്തു വന്നത്. മുതുമുത്തച്ഛനായ നെഹ്റുവിനെ പോലെ രാഹുലിന്റെ ഉള്ളിലും ഒരു സോഷ്യലിസ്റ്റ് ഉണ്ട്. വിഭജനത്തിന് ശേഷം 75 വർഷം പിന്നിടുമ്പോഴും ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും അവസ്ഥ ഏതാണ്ട് ഒരുപോലെയാണ്. ഏറ്റവും ഒടുവിലായി രാഹുൽ നടത്തിയ പ്രസംഗത്തിൽ രാജ്യത്തെ സമ്പത്ത് കൈവശം വച്ചിരിക്കുന്നവരെ കുറിച്ച് വിശദീകരിക്കുന്നത് താൻ ശ്രദ്ധിച്ചിരുന്നു. ഇന്ത്യയുടെ സമ്പത്തിലെ 70% സ്വത്തുക്കളും രാജ്യത്തെ 30 അല്ലെങ്കിൽ 50 വരുന്ന കുടുംബങ്ങളുടെ പക്കലാണ്. അതുപോലെ തന്നെയാണ് പാകിസ്ഥാന്റെ കാര്യവും. പാകിസ്ഥാനിലെ 75% സ്വത്തും പാക് ബിസിനസ് കൗൺസിലിലും ചില റിയൽ എസ്റ്റേറ്റ് ഭീമന്മാരുടെയും കൈവശമാണ് ഉള്ളത്. ന്യായമായ രീതിയിൽ സ്വത്തുക്കൾ വിഭജിക്കുക എന്നത് മുതലാളിത്തത്തിനുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ് എന്നുകൂടി ഹുസൈൻ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും പാകിസ്ഥാനിൽ നിന്നും രാഹുൽ ഗാന്ധിക്ക് കുറച്ച് ദിവസങ്ങളായി അകമഴിഞ്ഞ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ അഭിനന്ദിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി കിരൺ റിജിജു കൂടി എക്സിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്. ഫഹദ് ഹുസൈനെ പോലെ മുതിർന്ന പാകിസ്ഥാൻ നേതാക്കളടക്കം രാഹുൽ ഗാന്ധിയുടെ വലിയ ആരാധകനാണ്. പാകിസ്ഥാനിൽ നിന്നും ലഭിക്കുന്ന നോൺ സ്റ്റോപ്പ് പ്രശംസകൾക്ക് രാഹുലിന് അഭിനന്ദനങ്ങൾ. വലിയൊരു കൂട്ടം ഫാൻസ് ആണ് പാകിസ്ഥാനിൽ രാഹുൽ ഗാന്ധിക്കുള്ളത് എന്നത് കൂടി റിജിജു പരിഹസിക്കുന്നുണ്ട്. നമുക്കറിയാം BJP അവർ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെതിരെ പ്രയോഗിക്കുന്ന ഏറ്റവും വലിയ ഒരു ആരോപണം അല്ലെങ്കിൽ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് കോൺഗ്രസിന് പാകിസ്ഥാനുമായി ബന്ധമുണ്ട് എന്ന തരത്തിലുള്ളതാണ്. അത്തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു തുടങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ പാകിസ്ഥാനിൽ നിന്നുള്ള നേതാക്കൾ അല്ലെ അവിടെയുള്ള സമൂഹ മാധ്യമങ്ങളിലൊക്കെയും രാഹുൽ ഗാന്ധിക്ക് വലിയ തോതിൽ ആരാധകർ ഏറി വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു തുടങ്ങിയത്. നിലവിൽ എന്തായാലും ഈ ആരാധകരെ കാരണം പൊറുതി മുട്ടിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയും. എന്നാൽ BJP ആവട്ടെ അവരുടെ പ്രസ്താവനകളെ ശരിവെക്കുന്ന തരത്തിലുള്ള ഇത്തരം കമന്റുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരാധകരുടെ ഭാഗത്തു നിന്നുള്ള പരാമർശങ്ങളൊക്കെയും ജനങ്ങൾക്ക് മുന്നിൽ എത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.